ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം എവിടെയെങ്കിലും ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ഹെഡ്ലൈൻ കണ്ടോ? നമ്മുടെ മാതൃഭൂമി പേപ്പറിലൊക്കെ മെയിനായിട്ട് വന്ന ഒരു ന്യൂസ് ആയിരുന്നു ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനിനെ കുറിച്ച്. ഇത് നമ്മുടെ CWC, അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും അതേപോലെ തന്നെ ഹെൽത്തും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ക്യാമ്പയിനിങ് ആണ്. ഇതിൻ്റെ ആദ്യത്തെ പരിപാടി എന്നുള്ള രീതിയിൽ ഇനോഗ്രേഷൻ നടന്നിരിക്കുകയാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇനി ഇതിൻ്റെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫോഴ്സ്, ഈ ഒരു ക്യാമ്പയിനിങ്ങിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഇടയ്ക്ക് ഒരു റിസർച്ച് നടത്തി കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന കുടൽ ക്യാൻസറിൻ്റെ കാരണം എന്താണെന്നുള്ളത് ആ റിസർച്ചിലൂടെ കണ്ടെത്തുകയാണ്. അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഹെവി മെറ്റലുകളായിട്ടുള്ള മെർക്കുറി, കാഡ്മിയം എന്നുള്ള മെറ്റലുകൾ കാരണമാണ് ഈ കുടൽ ക്യാൻസറുകൾ കുഞ്ഞുങ്ങളിൽ വളരെയധികം വരുന്നതെന്ന് അവർ കണ്ടെത്തി. എങ്ങനെയാണ് ഈ ഹെവി മെറ്റൽസ് കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്നത്? നിങ്ങൾ നോക്കുക, വളരെ ലോ ഗ്രേഡിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, എസ്പെഷ്യലി ലിപ്സ്റ്റിക്കുകൾ പോലെയുള്ളതിൽ ഈ വക ഹെവി മെറ്റലുകളുടെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും. കുഞ്ഞുങ്ങളുടെ ശരീരം നമ്മുടെ ശരീരത്തെക്കാളൊക്കെ ആഗിരണശേഷി വളരെ കൂടുതലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കെമിക്കലുകൾ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുമ്പോഴേക്ക്, അവരുടെ ചർമ്മത്തിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ ചർമ്മം വളരെ നല്ല രീതിയിൽ ഈ കെമിക്കലിനെ മുഴുവൻ വലിച്ചെടുക്കും. അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് കുടൽ ക്യാൻസർ മാത്രമല്ല, ഹാർട്ട് സംബന്ധമായിട്ടുള്ള ലിവർ, കിഡ്നി, അതേപോലെ ആസ്മ ഇഷ്യൂസ്, അലർജിക് ഇഷ്യൂസ്, ആർത്രൈറ്റിസ്, ഇങ്ങനെയുള്ള പല രോഗങ്ങളിലേക്കും പിന്നെ ന്യൂറോ ഇഷ്യൂസിലൊക്കെ വളരെ പെട്ടെന്ന് കുട്ടികളിലെ ഇത് എഫക്റ്റ് ചെയ്തു തുടങ്ങും. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളിലേക്ക് ഈ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഇനി ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെ സൗന്ദര്യബോധത്തെ ഹനിക്കുന്നതല്ല. എങ്ങനെ വളരെ സേഫ് ആയിട്ടുള്ള രീതിയിൽ സൗന്ദര്യത്തെ സംരക്ഷിക്കാം അല്ലെങ്കിൽ അത് എൻഹാൻസ് ചെയ്യാമെന്നൊക്കെ കൂടി കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ഇനി കുട്ടികളിലേക്ക് മാത്രമല്ല, കുടുംബശ്രീ വഴിയും അതേപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ പ്രോഗ്രാം വഴിയും ഇത് സാധാരണ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ നോക്കുകയാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ആൺ പെൺ ഭേദമന്യേ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. ഇനി ആണുങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തു എന്നല്ലാതെ സൺസ്ക്രീൻ തേക്കാതെ പോകുന്ന ആളുകൾ ഇന്ന് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ വളരെ ലോ ഗ്രേഡിലുള്ള പൈസ ലാഭം നോക്കിയുള്ള സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ അവർ പൈസ കുറവിൽ ഡിസ്കൗണ്ടിൽ മേടിച്ചെടുക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഈ ഹെവി മെറ്റലുകൾ. ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ദോഷവശങ്ങൾ എന്ന് പറയുന്നത് ഒട്ടും ചെറുതൊന്നുമല്ല. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്നതാണ്. എന്തായാലും ഈ ഒരു ക്യാമ്പയിനിങ് കുഞ്ഞുങ്ങളിൽ നിന്ന് വഴി നേരെ കോളേജിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മളുടെ യുവജനത ഒന്നുകൂടി ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാൻ ഉതകുന്ന രീതിയിലായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമ്മളെപ്പോഴും വർദ്ധിച്ചു വരുന്ന HIV റേറ്റിനെ കുറിച്ചും അതേപോലെ തന്നെ ഡ്രഗ്സ്, ആൽക്കഹോൾ കൺസപ്ഷൻ, ഇങ്ങനെയുള്ള എഫക്റ്റിനെ കുറിച്ച്, ജങ്ക് ഫുഡ് ഇഷ്യൂസ്, കൊളസ്ട്രോൾ ഇഷ്യൂസ്, ഇങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ സംസാരിക്കുന്നത്. ഈ കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചൊന്നും ആരും സംസാരിക്കുന്നതൊന്നും അധികം കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ കുഞ്ഞുങ്ങളിലേക്ക് ഇതിലേക്ക് കൂടുതൽ എത്തുന്നു എന്നുള്ളത്, പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ 3 വയസ്സുള്ള കുഞ്ഞൊക്കെ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ വാശി പിടിക്കുന്നത് അമ്മയെ പോലെ ഒന്ന് പൊട്ട് വയ്ക്കാനും അല്ലെങ്കിൽ ഒരു പോൺസിൻ്റെ കുട്ടിക്കൂറയുടെ പൗഡറൊക്കെ കൂടുതലായിട്ട് ഇടാനോ ഒന്ന് വാലിട്ട് കൺമഷി കൊണ്ട് കണ്ണെഴുതാനോ ഒക്കെ ആയിരിക്കും. ഇന്ന് എല്ലാ സാഹചര്യവും മാറി. എപ്പോഴും കുട്ടികളെ അനുകരിക്കാൻ നോക്കുക വലിയ ആളുകളെയല്ലേ. അപ്പോൾ വീട്ടിലെ ആളുകൾ എങ്ങനെയാണ് ഒരുങ്ങുന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് ആ ലിപ്സ്റ്റിക് വേണം, എനിക്ക് ഐ ഷാഡോ വേണം, ഐലൈനർ വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുമ്പം എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളുടെ വാശി കുറയ്ക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശം മാത്രം, നമ്മൾ ഇതിൻ്റെ പിന്നിലുള്ള കെമിസ്ട്രിയോ സയൻസോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. ആ രീതിയിൽ കുട്ടികളെ ഒരുക്കി വിടുകയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, അടുത്ത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ചുണ്ടിൽ നിങ്ങൾ ചായം തേച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇത് വിഷമാണ് നിങ്ങൾ കുഞ്ഞിനെ കൊടുക്കുന്നത് എന്നുള്ളത്. പല റിപ്പോർട്ടും പുറത്ത് വന്നിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയ ലേഡീസ് കൂടി ഈ വക കോസ്മെറ്റിക്സ് ഐറ്റംസ് യൂസ് ചെയ്യുന്നത് വളരെ കൺട്രോൾഡ് ആയിരിക്കണം എന്നുള്ളത്. കാര്യം ഇതൊക്കെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഒരുപാട് ബാധിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഒരിക്കലും ഞാനൊരു മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളൊന്നുമല്ല, പക്ഷെ എന്നാലും വിദ്യാഭ്യാസമുള്ള ഒരാളെന്നുള്ള നിലയിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ വായിക്കാനും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ 100% സാക്ഷരതയുള്ള കേരളത്തിലെ ആളുകളിൽ ഒരാളായതുകൊണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള വാശി പിടിക്കുന്ന സമയത്ത് നമ്മുടെ ബീട്രൂട്ടൊക്കെ എടുത്തിട്ട് ചുമ്മാ ചുണ്ടിലൊക്കെ ഇങ്ങനെ തേച്ചൊരു കളർ കാണുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവാൻ അതൊക്കെ മതിയെന്നേ. അപ്പോൾ ഇവ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ബൈ.